രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ടെ എംഎൽഎ ഓഫീസിലേക്ക് റീത്തുമായി ഡിവൈഎഫ്ഐ മാർച്ച്. മതിൽക്കെട്ടിനുള്ളിൽ കടന്ന പ്രവർത്തകർ ഓഫീസിന് പുറത്ത് റീത്ത് വെച്ചു. ഓഫീസിന് പുറത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. രാഹുലിന്റെ ഓഫീസിലേക്ക് ബിജെപിയും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വിശദാംശങ്ങളുമായി അജിത്താണ് ചേരുന്നത് പാലക്കാട് നിന്നും. അജിത്ത്, എന്തായാലും ഇന്ന് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ തന്നെ നമ്മൾ സംസാരിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസിൽ നിന്നും പോയി എന്നുള്ളത്. അവിടെ എവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യം അറിയില്ല, വ്യക്തതയില്ല. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ബിജെപിയും രാഹുലിന്റെ ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് അവിടെ അരങ്ങേറിയത് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയായിരുന്നു പ്രതിഷേധം? ശക്തമായ പ്രതിഷേധ പരിപാടികളാണ് ഈ സംഭവത്തിന് പിന്നാലെ ഇവിടെ ഉണ്ടായത്. എംഎൽഎ ഓഫീസിലേക്ക് ആദ്യം പ്രതിഷേധമായി എത്തിയത് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകരെത്തി റീത്തുമായാണ്, പീഡന വീരന് ആദരാഞ്ജലികൾ എന്ന റീത്തുമായാണ് എത്തിയത്. എംഎൽഎ ഓഫീസിന് മുമ്പിൽ ഈ മാർച്ച് പോലീസ് തടഞ്ഞു. പക്ഷേ പ്രവർത്തകർ ഈ മതിൽക്കെട്ട് ചാടിക്കടന്നുകൊണ്ട് രാഹുലിന്റെ എംഎൽഎ ഓഫീസിന്റെ വാതിലിൽ ഈ റീത്ത് സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷവും പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. പിന്നീട് പോലീസ് പ്രവർത്തകരെ നീക്കി. പിന്നാലെ ബിജെപിയുടെ പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. ഈ ബിജെപിയുടെ പ്രവർത്തകർ ഉൾപ്പെടെ എത്തി പ്രതിഷേധം സമാനമായി പോലീസുമായി ഉന്തും തള്ളും ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇതിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KC റിയാസുദ്ദീൻ രാഹുലിനെ സംരക്ഷിക്കുന്നത് ഷാഫി പറമ്പിലാണെന്നുള്ള ആരോപണം ഉന്നയിച്ചു. ബിജെപിയുടെ പ്രതിഷേധ മാർച്ചിൽ C കൃഷ്ണകുമാറും സമാനമായ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അതായത് ഈ പെൺകുട്ടിയെ സ്വാധീനിക്കാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നുവെന്നും അതിന്റെ തെളിവുകൾ പുറത്തു വരുമെന്നും ഉൾപ്പെടെയുള്ള ആരോപണം ഇത്തരത്തിൽ C കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നയിക്കുകയും ചെയ്തു. ഏതാണെങ്കിലും ഈ പ്രതിഷേധ പരിപാടികൾ, വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ തുടരുമെന്നാണ് ഡിവൈഎഫ്ഐയും ബിജെപിയും ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. നാളെയും സമാനമായ പ്രതിഷേധ പരിപാടികൾ ഉൾപ്പെടെ ഉണ്ടാകും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ എവിടെയാണ് എന്ന് ഇപ്പോൾ കൃത്യമായ ഒരു വ്യക്തതയുമില്ലാത്ത സാഹചര്യമാണുള്ളത്. ഈ പരാതി നൽകുന്ന സമയത്ത്, ഈ പെൺകുട്ടി പരാതി നൽകുന്ന സമയത്ത് രാഹുൽ കണ്ണാടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ഇത്തരത്തിൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ രാഹുലിൻ്റെ ഫോൺ ഓഫായി, രാഹുലിനെ വിളിച്ചാൽ കിട്ടാതെയായി. ഇപ്പോൾ രാഹുലിനെ കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ല. രാഹുൽ ഇത്തരത്തിൽ ഏതാണെങ്കിലും ഈ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷം പുറത്തേക്ക് വരാനാണോ ലക്ഷ്യമിടുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഏതാണെങ്കിലും ഈ കാര്യവുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, പോലീസ് രാഹുലിൻ്റെ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ ഉൾപ്പെടെയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതാണെങ്കിലും ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഏതാണെങ്കിലും രാഹുൽ എവിടെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സൂചനകളുമില്ല. ഏതാണെങ്കിലും നാളെയും പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നാളെ പാലക്കാട്ടെ പ്രാദേശികമായ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എന്താണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ പ്രചരണത്തിന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വലിയ പ്രചാരണം, രാഹുലിനെ ഉപയോഗിച്ചാണ് പ്രചരണം നടത്തുന്നതെന്ന ആരോപണം CPM-ഉം BJP-യും ഉൾപ്പെടെ മുന്നോട്ട് വെച്ചു. എന്നിട്ടും രാഹുലിനെ പ്രചരണ പരിപാടികൾ വിലക്കാനോ മാറ്റി നിർത്താനോ ഒന്നും തയ്യാറായിരുന്നില്ല. ആ പശ്ചാത്തലം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നാളെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതികരണം എന്താണ് എന്നുകൂടി അറിയേണ്ടതുണ്ട്. സ്വാതി. ശരി അജിത്ത്.